അപ്പം നമുക്ക് എഗ് മസാല ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എഗ് മസാല സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബണ്ണാണ് ഇന്ന് തയ്യാറാക്കണേ കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ സവോള ഇതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുക്കാം കേട്ടോ. നമുക്ക് അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, വാടിയാൽ മതി ഒന്ന് നന്നായിട്ട്. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ പിന്നെ ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ല സ്മെല്ലും വരുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇടത്തരം ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തു കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. വറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്തു. അങ്ങനെ നമ്മുടെ മസാല തയ്യാർ. ഞാൻ ഈസ്റ്റ് കുറച്ച് എടുത്തിട്ട്, ഒരു അര സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഒരു 10 മിനിറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 2 കപ്പ് നമ്മുടെ മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മളതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടില്ലേ നമ്മുടെ ഈസ്റ്റ്, അതങ്ങനെ പൊന്തി വീർത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലൊന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നന്നായി മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇത് വെള്ളം മതിയാവില്ല. അപ്പം ഞാൻ പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് യൂസ് ചെയ്തത് നമ്മുടെ പാലാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ട മധുരം ഇട്ടു, ഉപ്പിട്ടു, പിന്നെ ഈസ്റ്റ് ഇട്ടു, പിന്നെ പാലൊഴിച്ച് ഇതങ്ങോട്ട് കുഴച്ചെടുക്കുക ചെയ്യണേ. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കുഴച്ചെടുത്തത് കേട്ടോ. ടൈറ്റായിട്ടല്ല, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും, കാരണം കൈ ഇങ്ങനെ ഒട്ടണ വിധത്തിലായിരുന്നു മാവ് ഇരുന്നേരുന്നത്. അപ്പോൾ ഞാൻ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുകയാണേ. ഇത് ഞാൻ മുമ്പുണ്ടാക്കിയപ്പോൾ ഫുള്ള് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു തവണ ഉണ്ടാക്കി, അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കണേ. ഇതൊക്കെ ഉണ്ടോ, കൈ ഒട്ടിയിരിക്കുക. ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുക്കണേ കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിലൊന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാനൊരു 10-15 മിനിറ്റ് മൂടി വയ്ക്കുകയാണ് പിന്നെ ചെയ്തത് കേട്ടോ. കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ പാകം ഇതാണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മൂടി വെച്ചിട്ടുണ്ട്. ഒരു കൗണ്ടർ ടോപ്പിലേക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവുണ്ടല്ലോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. നന്നായിട്ടിങ്ങനെ എയർ ബബിൾസ് പോയി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ബ്രെഡിൽ ശരിക്ക് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ വേണ്ടത് നല്ല കുഴയാണ്. നന്നായി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസത്തിൽ ഇങ്ങനെ വരും ചെയ്യും. നല്ല ഒരു ഇതായിരിക്കും കേട്ടോ, നല്ല സോഫ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ കുഴച്ചെടുക്കുകയാണേ. കുറച്ച് പൊടി വിതറിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണേ. ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രത്യേകത, പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി എനിക്ക് മുട്ടുവേദന തുടങ്ങും കയ്യിൻ്റെ. ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് പരത്തി വെച്ചിട്ട് അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കുറച്ചൊന്ന് തടവാട്ടോ. ഇത് രണ്ടും ഇല്ലയെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട, കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ചാലും മതി. നന്നായിട്ട് ഇതേ കണ്ടോ, ടൈറ്റായിട്ട് വന്നത് കണ്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 2-3 തവണ ചെയ്യണം. അതായത് നമ്മൾ കുഴച്ച് ഇത് വെച്ച് പിന്നെയും മൂടി വയ്ക്കും. പിന്നെ കുറച്ച് ഒരു 15-അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് പിന്നെയും നന്നായി ഒന്ന് വീർത്ത് പൊന്തി വരും. അപ്പോൾ ഒന്നും കൂടി എടുത്തിട്ട് ഇതുപോലെ കുഴയ്ക്കും. അങ്ങനെ 2-3 തവണ ചെയ്യണേ.
പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ചെറിയ ബോൾ പോലെ എടുത്തിട്ട് അതൊന്ന് പരത്തി ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. ലാസ്റ്റാണത് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാലയും പിന്നെ പുഴുങ്ങിയ മുട്ടയുടെ ഒരു പകുതിയും വെച്ചിട്ട് അത് കവർ ചെയ്ത് ബോൾ പോലെ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ചാദ്യം മസാല വെച്ചത്, പിന്നെ മുട്ട വെച്ച് അതിൻ്റെ മുകളിലും കുറച്ച് മസാല വെക്കുന്നുണ്ട് നമ്മൾ കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ഇങ്ങനെ എല്ലായിടത്തേക്കായിട്ട് കടിക്കുമ്പോൾ കിട്ടുള്ളൂ എന്നുള്ള ഒരു വിചാരത്തിൽ അങ്ങനെ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും. ഇത് പിന്നെ ഇങ്ങനെ കവർ ചെയ്യാം നമ്മൾ. ഇത് മൈദയായ കാരണം ഇങ്ങനെ വലിഞ്ഞു വരും, നമുക്കിങ്ങനെ കവർ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഗോതമ്പ് പൊടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി ഒരു തവണ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്ത് നോക്കണമെന്നുണ്ട് എനിക്ക്. കണ്ട, ഇപ്പം നമ്മൾ ബോള് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു പാനിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചേക്കണം. ആദ്യത്തെ തന്നെ കൈമ തൊട്ട് അത് ആയിട്ടോ. പിന്നെ അതായത് ഇങ്ങനെ ഒരു 5 ബോൾ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. കണ്ട, വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യണേ. നിങ്ങളിപ്പോൾ വിചാരിക്കും അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ഈ ഓവൻ ഇല്ലല്ലോ എന്ന്. ഇങ്ങനത്തെ ഇല്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ചൊരു സമയം കഴിയുമ്പോൾ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബ്രെഡ്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ആ സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് പിന്നെയും വെച്ചു. എനിക്ക് ഒരു ബ്രൗൺ കളർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണേ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ബ്രൗൺ കളർ എന്നാലും വന്നില്ല. അപ്പം ഞാൻ എഗ്ഗ് എടുത്തിട്ട് ഒരു മുട്ട എടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് ഒരു സ്പൂൺ വെള്ളം ചേർത്ത് ബീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ അതാണ് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തത്. ഉണ്ടോ, എഗ്ഗ് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെള്ളം ഒരു എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡാണ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നന്നായിട്ടിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെയും ഒരു 10-15 മിനിറ്റ് വെച്ചപ്പോൾ നമ്മുടെ സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ബൈറ്റിലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മസാലയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബണ്ണ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്.